അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽ-ഇമാം അബ്ദുല്ലാഹി ബിൻ അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആദാബു സുലൂക്കുൽ മുരീദ് എന്ന കിതാബ് രണ്ടാമത്തെ ക്ലാസ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولجميع المؤمنين والمؤمنات. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ആയത്ത് ഓതിയിരുന്നു. അതിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞു, വമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾ, ആഖിറത്തിനെ ഉദ്ദേശിക്കുന്ന ആളുകൾ, അവരുടെ സഈ അധ്വാനം മഷ്കൂറാണ് എന്ന് പറഞ്ഞു. എന്താണ് ഈ മഷ്കൂറായ അധ്വാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വസ്സഈയുൽ മഷ്കൂറു ഹുവൽ അമലുൽ മഖ്ബൂലു. സഈയുൻ മഷ്കൂർ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആല സ്വീകരിക്കുന്ന ഇബാദത്തുകൾ, അമലുകളെക്കുറിച്ചാണ് അത് പറയുന്നത്. അൽ മുസ്തൗജിബു സ്വാഹിബുഹു അൽ മദ്ഹ വസ്സനാ. ആ കർമ്മം ചെയ്യുന്ന ആള് അല്ലാഹു തആലാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ പുകഴ്ത്തലിനെയും അതുപോലെ തന്നെ അവനെ മദ്ഹ് ചെയ്യലിനെയും ഒക്കെ നിർബന്ധമാക്കുന്നുണ്ട് അത്തരം അമല് ചെയ്യുന്ന ആൾ. അതുപോലെ വസ്സവാബൽ അദീമ, വളരെ ഉന്നതമായ പ്രതിഫലത്തിനെയും അവകാശപ്പെടുത്തുന്നു. അതിന് പര്യാപ്തമായ അമലിനെക്കുറിച്ചാണ് സഈയും മഷ്കൂർ എന്ന് പറയുന്നത്. അല്ലദീ, എങ്ങനെയുള്ള അദീമായ സവാബാണ്, ലാ യൻഖളി വലാ യഫ്ന ബിഫളില്ലാഹി വറഹ്മത്തിഹി. അള്ളാഹു അവൻ്റെ സൃഷ്ടികൾക്ക് ചെയ്യുന്ന അവൻ്റെ ഔദാര്യത്തിൻ്റെയും അതുപോലെ അവൻ്റെ റഹ്മത്തിൻ്റെയും ഭാഗമായി ആ നിഅമത്ത്, ആ സവാബ് നശിച്ചു പോകുകയില്ല. അള്ളാഹു എന്നെന്നും നിലനിൽക്കുന്നതായ പ്രതിഫലം അവനിക്ക് നൽകുന്നതാണ്. ആ പ്രതിഫലത്തിന് പര്യാപ്തമായ അമലാണ് സഈയും മഷ്കൂർ. അഥവാ അവന് സ്വർഗവും സ്വർഗത്തിലുള്ള അനുഭൂതിയുമൊക്കെ ലഭിക്കാൻ പര്യാപ്തമായ അമലിനാണ് സഈയും മഷ്കൂർ എന്ന് പറയുന്നത്. എന്നാൽ വൽ ഖാസിറു മിൻ കുല്ലി വജ്ഹിൻ, എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട ആള് എങ്ങനെ? മിനൽ മുരീദീന ലിദ്ദുനിയ, ദുനിയാവിനെ ഉദ്ദേശിക്കുന്ന ആളുകൾ. അല്ലദീ യതഹഖഖു ഫീ ഹഖ്ഖിഹിൽ വഈദുൽ മദ്കൂർ ഫിൽ ആയത്തി, ആയത്തിൽ പറയപ്പെട്ടതായ വഈദ് അവരുടെ മേലിലുണ്ടാകും. ആയത്തിൽ പറയപ്പെട്ട ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതായ ആളുകൾ അതാരാണ്? കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ദുനിയാവിനെ ഉദ്ദേശിക്കുന്ന ആളുകൾ. തുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹ മദ്മൂമൻ മദ്ഹൂറ. നിസാരനും അതുപോലെ അല്ലാഹു തആലാന്റെ റഹ്മത്തിനെ തൊട്ടും വിദൂരത്താക്കപ്പെട്ട രൂപത്തിൽ നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ, അവരാണ് പരാജയപ്പെട്ട ആളുകൾ എന്ന് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ സൂചിപ്പിച്ചത്. അപ്പോൾ അവർ ആരാണ്? ഹുവല്ലദീ യുരീദു ദുനിയ, അവർ ദുനിയാവിനെ ഉദ്ദേശിക്കുന്ന ആളുകളാണ്. ഇറാദത്തൻ യുൻസി ഫീ ജംബിഹൽ ആഖിറ ഫലാ യുഅ്മിനു ബിഹാ, ആഖിറത്തിനെ മറന്നുകൊണ്ട് ദുനിയാവിനെ ഉദ്ദേശിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആഖിറത്തിനെ മറന്ന് ദുനിയാവിനെ ഉദ്ദേശിക്കുന്ന ആളുകൾ രണ്ട് രൂപത്തിലാണ്. ഒരു കൂട്ടർ ഫലാ യുഅ്മിനു ബിഹാ, ആ ആഖിറത്തിനെ അവർ പാടെ നിഷേധിക്കുന്നു, വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ആഖിറത്തിനെ കുറിച്ച് അവർ ചിന്തിക്കാതെ ദുനിയാവിന് വേണ്ടി ജീവിക്കുകയാണ്. അല്ലെങ്കിലോ ഔ യുഅ്മിനു, അവർ ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കുന്നു, വിശ്വസിക്കുന്നു, പക്ഷേ വലാ യഅമലു ലഹാ, ആഖിറത്തിന് വേണ്ടി അവർ അമല് ചെയ്യുന്നില്ല. ആഖിറത്തെക്കുറിച്ചുള്ള വിശ്വാസമുണ്ട്, അങ്ങനെ ഒരു സംഗതി നടക്കുമെന്നവർ മനസ്സിൽ പലപ്പോഴും ഓർക്കുന്നുണ്ട്, പക്ഷേ വലാ യഅമലു ലഹാ, അതിനു വേണ്ടി അമല് ചെയ്യുന്നില്ല. ഫൽ അവ്വലു കാഫിറുൻ ഖാലിദുൻ ഫിന്നാർ, ആദ്യം നമ്മൾ പരിചയപ്പെടുത്തിയ വിഭാഗം, അതായത് ആഖിറത്തിനെ കുറിച്ച് വിശ്വസിക്കാത്ത വിഭാഗം, അവർ സത്യനിഷേധികളാണ്, കാഫിറുകളാണ്. അതുപോലെ ഖാലിദും ഫിന്നാർ, നരകത്തിൽ ശാശ്വതരായിരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വസാനി ഫാസിഖുൻ മൗസൂമുൻ ബിൽ ഖസാർ, രണ്ടാമത്തെ വിഭാഗം ആഖിറമുണ്ടെന്ന വിശ്വാസമുണ്ട്, പക്ഷേ വലാ യഅമലു ലഹ, ആഖിറത്തിന് വേണ്ടി അമല് ചെയ്യാത്ത ആളെന്ന് പറയുന്നത് അവൻ തെമ്മാടിയാണ്, അവൻ പരാജയം കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ടവനാണ്. അത്തരം വിഭാഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി ആദ്യം പറഞ്ഞ അസ്സഈയുൽ മഷ്കൂറിൻ്റെ ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അവിടുന്ന് പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അപ്പോൾ നമ്മൾ പിന്നെ അമലു സ്വാലിഹാണ് അസ്സഅയുൽ മഷ്കൂർ, അസ്സഅയുൽ മഷ്കൂർ എന്ന് നമ്മൾ പറഞ്ഞു. ഈ അമലു സ്വാലിഹ് എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ബാഹ്യമായ പ്രവർത്തനം കൊണ്ട് മാത്രമാകുകയില്ല. ആ സൽക്കർമ്മങ്ങൾ നല്ല നെയ്യത്തോടുകൂടെ ചെയ്യുമ്പോഴാണ് അള്ളാഹു താലാൻ്റെ അടുക്കൽ അത് സ്വീകാര്യമാകുന്നത്. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഇനി നിയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ സൂചിപ്പിക്കുന്നത്. അഥവാ സൽക്കർമ്മങ്ങൾ അത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ബാഹ്യമായ പ്രവർത്തനത്തിലുപരി, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നല്ല നിയ്യത്തുകൂടെ വേണം, എങ്കിലേ അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളൂ. അതാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിശ്ചയമായിട്ടും അള്ളാഹു തആല അമലുകളൊക്കെ സ്വീകരിക്കുന്നത് ബിന്നിയാത്തി, നിയ്യത്തുകളെ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, എല്ലാ ആളുകൾക്കും അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് കിട്ടും. അപ്പോൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ നല്ല കർമ്മമാണ്, പക്ഷേ അള്ളാഹു താലാൻ്റെ തൃപ്തി ഉദ്ദേശിക്കാതെ മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ടാണ് അവൻ ചെയ്തതെങ്കിൽ ഒരുപക്ഷെ അവനക്ക് അത് ലഭിക്കും, പക്ഷേ അള്ളാഹു താലാൻ്റെ തൃപ്തിക്ക് പര്യാപ്തമായ ഇബാദത്തായി അതിനെ പരിഗണിക്കുകയില്ല. അതുകൊണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ തങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹ്, അപ്പോൾ ഒരാൾ ഹിജ്റ പോയി ഇലല്ലാഹി, അള്ളാഹു തആലയിലേക്ക്, വ റസൂലിഹി, അതുപോലെ തന്നെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കും. എന്നാൽ ഒരാളുടെ ഹിജ്റ അതിൻ്റെ ലക്ഷ്യം അള്ളാഹുവും റസൂലുമാണ് എങ്കിൽ ഫഹിജ്റത്തുഹു ഇലല്ലാഹി വ റസൂലിഹി, അപ്പോൾ അവൻ്റെ ഹിജ്റ യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. അഥവാ ഹിജ്റ നമുക്കറിയാമല്ലോ, ഇസ്ലാമിൽ വലിയ പ്രതിഫലമുള്ള ഒരു ഇബാദത്താണ് ഹിജ്റ എന്നത്. അതിൻ്റെ പശ്ചാത്തലങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, അതിൻ്റെ ബാഹ്യമായ ആശയമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഏതായാലും ആ ഹിജ്റ ഒരാൾ പോയ സമയത്ത് അള്ളാഹുവും റസൂലും കൽപ്പിച്ചു, അവൻ്റെ പ്രീതിക്ക് വേണ്ടി, വിശുദ്ധമായ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രബോധനത്തിന് വേണ്ടിയാണ് അങ്ങനെ പോകുന്നത് എങ്കിൽ അവൻ അള്ളാഹു താലാൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കും. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്തും അവനക്ക് ലഭിക്കും. എന്നാൽ അത്തരം ത്യാഗങ്ങൾ സഹിച്ച് ചെയ്യുന്ന ആ ഇബാദത്ത്, വമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലാ ദുനിയൻ യുസീബുഹ, അവൻ ലഭിക്കുന്ന ദുന്യവിയായ എന്തെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ആ ഇബാദത്ത്, ഹിജ്റയാകുന്ന ഇബാദത്ത് അവൻ ചെയ്യുന്നത് എങ്കിൽ, അവിമ്രഅത്തിൻ യൻകിഹുഹ, അല്ലെങ്കിൽ അവന് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പെണ്ണിന് വേണ്ടിയാണ് എന്താണ് അവൻ ഹിജ്റ പോകുന്നത് എങ്കിൽ, ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, എന്തൊന്നിലേക്കാണോ അവൻ ഹിജ്റ പോകുന്നത് അതിലേക്കായിട്ടേ അവൻ്റെ ഹിജ്റ പരിഗണിക്കുകയുള്ളൂ. അല്ലാതെ പാരത്രിക ലോകത്ത് അതിന് പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഹിജ്റ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഏത് കാര്യവും ബാഹ്യമായി അത് ഇബാദത്തായി പരിഗണിക്കുന്നു, പക്ഷേ അതിൻ്റെ ലക്ഷ്യം മാറിക്കഴിഞ്ഞാൽ അത് അള്ളാഹു തആല സ്വീകരിക്കുകയില്ല. എന്തിനേറെ പറയണം, അത് തെറ്റായ ലക്ഷ്യങ്ങളാണ് എങ്കിൽ ആ ഇബാദത്ത് അവന് പ്രതിഫലം ലഭിക്കില്ലെന്ന് മാത്രമല്ല, അള്ളാഹു തആല അവനെ ശിക്ഷിക്കാൻ വരെ സാധ്യതയുണ്ട്. അഖ്ബറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, അന്നഹു ലാ അമല ഇല്ലാ അൻ നിയ്യ, നിയ്യത്ത് കൊണ്ടല്ലാതെ ഒരു അമലുമില്ല, നിയ്യത്ത് കൊണ്ട് മാത്രമാണ് അള്ളാഹു തആല ഇബാദത്തുകളൊക്കെ പരിഗണിക്കുന്നത്. വ അന്നൽ ഇൻസാന ബിഹസബി മാ നവാ യുസാബു വ യുജ്സ, ഒരു മനുഷ്യൻ അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചുകൊണ്ട് അവന് പ്രതിഫലവും അതുപോലെ തന്നെ കൂലിയൊക്കെ നൽകപ്പെടുന്നതാണ്. ഇൻ ഖൈറൻ ഫഖൈറുൻ, നല്ല ലക്ഷ്യമാണോ എങ്കിൽ നല്ലത് ലഭിക്കും. വ ഇൻ ഷർറൻ ഫഷറുൻ, ചീത്ത ലക്ഷ്യമാണോ എങ്കിൽ അതിന് ഷർറാണ് അവനിക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫമൻ ഹസുനത്ത് നിയ്യതുഹു ഹസുന അമലുഹു, ഒരാളുടെ നിയ്യത്ത് നന്നായാൽ ഹസുന അമലുഹു, അവൻ്റെ അമലും നന്നാകുന്നതാണ്. ലാ മഹാല, അതിലൊരു സംശയവുമില്ല. അപ്പോൾ ഒരാൾ നിസ്കരിക്കുന്നു, ആ നിസ്കരിക്കുന്ന സമയത്ത് നല്ല നിയ്യത്ത്, യജമാനായ റബ്ബിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്, അവനുമായി മുനാജാത്തിലാണെന്ന ആ നിയ്യത്തോടുകൂടെ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ഹസുന അമലുഹു, അവൻ്റെ ആ നിസ്കാരം ഭംഗിയാണ്. ലാ മഹാല, അതിലൊരു സംശയവുമില്ല. എന്നാൽ വമൻ ഖബുസത്ത് നിയ്യതുഹു ഖബുസ അമലുഹു ലാ മഹാല, ഒരാളുടെ നിയ്യത്ത് വളരെ മോശമാണ് എങ്കിൽ അവൻ്റെ അമലും മോശമായി. ഈ ബാഹ്യമായി നല്ലതായി
തോന്നുന്ന നിസ്കാരം, ആ നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സിലുള്ളതെന്താണ്? ഞാൻ ആളുകളിൽ നല്ലൊരു നിസ്കാരക്കാരനായി അറിയപ്പെടണം, എൻ്റെ നിസ്കാരം കണ്ട ആളുകളൊക്കെ എന്നെ നല്ലവനായിട്ട് ആദരിക്കുകയും എന്നെ ബഹുമാനിക്കുകയും ചെയ്യണം എന്നാണ് അവൻ്റെ ലക്ഷ്യമെങ്കിൽ അവൻ്റെ അമല് മോശമായി, അതിലാരും സംശയിക്കേണ്ടതില്ല. അപ്പം അതുകൊണ്ട് തന്നെ വഇൻ കാന ഫി സൂറത്തി ത്വയ്യിബൻ, അതാ പറഞ്ഞത്, ആ ഇബാദത്ത്, ആ കർമ്മം എന്ന് പറയുന്നത് രൂപം കൊണ്ട് നല്ലതാണ് എങ്കിലും അവൻ്റെ നിയ്യത്ത് മോശമായാൽ അത് മോശമായ കർമ്മമാണ്, അള്ളാഹു തആലാന്റെ അടുക്കൽ കൂലി ലഭിക്കുകയില്ല. ഏതുപോലെ കല്ലദീ യഅമലു സ്വാലിഹാത്തി തസന്നുഅൻ ലിൽ മഖ്ലൂഖീന, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയും അതുപോലെ ജനങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനെ പോലെ, ആ സൽക്കർമ്മങ്ങൾ ബാഹ്യമായിട്ട് സൽക്കർമ്മമായി നിലനിൽക്കുമെന്നതിലുപരി നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ പ്രതിഫലമർഹിക്കുന്നതോ, അതുപോലെ തന്നെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃപ്തിപ്പെടുത്താനോ അള്ളാഹു താലാന്റെ യഥാർത്ഥ അടിമകളിൽ പെടാനോ പര്യാപ്തമായ കർമ്മമായി, ഇബാദത്തായി അതിനൊന്നും പരിഗണിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു തആല സ്വീകരിക്കണമെങ്കിൽ നല്ല നിയ്യത്ത്, അതിൽ തെറ്റുകൾ, മോശമായ ചിന്തകൾ വരികയാണെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി യജമാനനായ റബ്ബിനോട് ദുആ ചെയ്യുക. ഏത് കർമ്മങ്ങളും, ഏത് കർമ്മമെന്ന് വെച്ചാൽ ഒരു ഹലാലായ കർമ്മമാണെങ്കിൽ പോലും നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് അത് സൽക്കർമ്മമാക്കി മാറ്റാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും ഇബാദത്താക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ അതിനെന്ത് വേണം? എല്ലാ കർമ്മങ്ങളിലും നല്ല ഒരു വശമുണ്ടാകും. ഹലാലായ കർമ്മങ്ങൾ മുതൽ സുന്നത്ത്, അതുപോലെ തന്നെ വാജിബ്, ഇവകളൊക്കെ അതിലൊക്കെ നല്ല ഒരു ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ നല്ല ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാകും, ആ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളതിലേക്ക് മുന്നിടുക. അപ്പോൾ അതൊക്കെ അള്ളാഹു തആലാന്റെ അടുക്കൽ പ്രതിഫലാർഹമാകും. അതൊക്കെ ഇബാദത്തായി അള്ളാഹു തആല പരിഗണിക്കും. അതുകൊണ്ടാണല്ലോ മഹാനായ അബ്ദുല്ലാഹിബ്നു അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തന്നെ അവിടുത്തെ ഹിക്കമിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി, മൻ അസ്ലഹ നിയ്യതഹു ബലഗ ഉംനിയതഹു, ഒരാൾ തൻ്റെ നിയ്യത്ത് നന്നാക്കിയാൽ അവൻ്റെ ആഗ്രഹങ്ങൾ അവനിക്ക് എത്തിക്കാൻ കഴിയുന്നതാണ്, അവൻ്റെ ലക്ഷ്യ സാക്ഷാത്കാരം അവനിക്ക് സാധിക്കുന്നതാണ്. വൈദാ സ്വലഹത്തിൽ മഖാസിദു ലം യഖിബിൽ ഖാസിദു, അവൻ്റെ ലക്ഷ്യം നല്ലതാണോ എങ്കിൽ ആ ലക്ഷ്യം വെക്കുന്ന ആൾ ഒരിക്കലും വെറുതെയാകുകയില്ല, അള്ളാഹു അവനത് നേടിക്കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നല്ല ലക്ഷ്യങ്ങളുണ്ടോ, നല്ല നിയ്യത്തുണ്ടോ എങ്കിൽ അതൊക്കെ അള്ളാഹു തആലാന്റെ അടുക്കൽ പ്രതിഫലാർഹമാണ്. ഇനി ഒരു പക്ഷേ രണ്ട് പ്രവർത്തനങ്ങൾ, പരസ്പരം വൈരുദ്ധ്യമാണെന്ന് തോന്നുന്ന രണ്ട് പ്രവർത്തനങ്ങൾ പോലും പലപ്പോഴും ഈ രണ്ട് പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൾ രണ്ട് നിയ്യത്തിലാണെങ്കിൽ ഒരു പക്ഷേ രണ്ടും ശരിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരേ വിഷയത്തിൽ ഒരാളൊരു കാര്യം ചെയ്തു, അതിന് വിപരീതം മറ്റൊരാളും ചെയ്തു, പക്ഷേ രണ്ടാളുടെയും നിയ്യത്ത് വ്യത്യസ്തമാണ്. രണ്ടാളുകളും ഓരോ കാര്യങ്ങൾ ചെയ്തത് നല്ല നിയ്യത്തോടു കൂടെയാണെങ്കിൽ ആ രണ്ട് കാര്യങ്ങളും രണ്ടാളുകൾക്കും പ്രതിഫലാർഹമാണെന്ന് മഹാന്മാർ വിശദീകരിച്ചതായിട്ട് കാണാൻ കഴിയും. മഹാനായ അൽ ഹബീബ് സൈൻ റളിയല്ലാഹു ഹഫിളഹുല്ല അവിടുത്തെ അൽ മൻഹജു സവി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായിട്ട് കാണാൻ കഴിയും. രണ്ടാളുകളുടെ സംഭവം, വയുർവാന്ന ബഅലുഹും എന്ന് പറഞ്ഞിട്ട് രണ്ടാളുകളുടെ സംഭവം പറയുന്നുണ്ട്. രണ്ടാളുകൾ, ആദ്യം ഒരാൾ ഒരു മതിലിൻ്റെ അടുത്തിലൂടെ നടന്നു പോവുകയാണ്. മർറ ബിജിദാരിൻ ഫീ മൗദിഇൻ യൻദഫിഉൻ നാസു ബിഹി, ജനങ്ങൾക്ക് ഉപകാരമെടുക്കുന്ന ഒരു ചുമരിൻ്റെ അടുക്കിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ആ ചുമരിൽ അദ്ദേഹം ഒരു ആണി കണ്ടു. ആണി കണ്ട സമയത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ്, ഈ ആണി കൊണ്ട് ഒരു പക്ഷേ ജനങ്ങൾ ഉപകാരമെടുത്തേക്കാം, അതുകൊണ്ട് അവരുടെ ചരക്കുകളൊക്കെ ഇത് തൂക്കിയിടാൻ പറ്റുമല്ലോ, അതുകൊണ്ട് ഞാനത് പറിക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം നടന്നുപോയി. രണ്ടാമതൊരാൾ ആ വഴിയിലൂടെ വരികയാണ്. അപ്പോൾ ആ വഴിയിലൂടെ വരുന്ന സമയത്ത് അദ്ദേഹം ഈ ആണി കണ്ടു. ഈ ആണി കണ്ട സമയത്ത് അദ്ദേഹം ചിന്തിക്കുന്നത്, റുബ്ബമാ യമുറു ബിഹി ഗാഫിലുന വഅമാ ഫയജ്റഹു, ഒരു പക്ഷേ കണ്ണ് കാണാത്ത ആളുകൾ അല്ലെങ്കിൽ അശ്രദ്ധവാന്മാരായ ആളുകൾ ഇതിലൂടെ നടന്നുപോയി അവരെ കാലിൽ കുത്താൻ ഇത് സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം അത് പറിച്ചിടുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ രണ്ടാളുകളുടെ പ്രവർത്തനവും പ്രതിഫലാർഹമാണ്. കാരണം രണ്ടാളുകളുടെയും നിയ്യത്ത് നല്ല നിയ്യത്താണ്. എങ്കിലും രണ്ടാമത്തെ ആളുടെ നിയ്യത്താണ് ഒന്നുകൂടി
പ്രതിഫലാർഹം കൂടുതലുള്ളത്. കാരണം അവിടെ ഒരു മഫ്സദത്ത്, ഒരു ബുദ്ധിമുട്ടിനെ നീക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഒരു മസ്ലഹത്ത്, ഒരു നന്മ നേടിയെടുക്കുന്നതിനേക്കാളും പ്രതിഫലമുള്ളത് ഒരു ബുദ്ധിമുട്ടിനെ, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് വരുന്നതിനെ തടഞ്ഞു വെക്കുക എന്നതാണല്ലോ. ആ നിലക്ക് നോക്കുമ്പോൾ രണ്ടാമത് വന്ന ആളുടെ പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമെങ്കിലും ഒന്നാമത്തെ ആളുടെ നിയ്യത്തും നല്ല നിയ്യത്തായതുകൊണ്ട് അതിനും പ്രതിഫലം ലഭിക്കുമെന്ന് മഹാന്മാർ വിശദീകരിച്ചതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാ വിഷയങ്ങളും. മഹാന്മാരായ അല്ലാഹു തആലാൻ്റെ ഔലിയാ, അവരെ നമ്മൾ കാണാൻ പോകുന്ന സമയത്തും നല്ല നിയ്യത്തോടുകൂടെ അവരെ മുന്നിലേക്ക് പോയാൽ അവരിൽ നിന്നുള്ളതായ ആ നൂറ്, അല്ലാഹു തആലാൻ്റെ മഅരിഫത്താകുന്ന നൂറ്, അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നേരെ മറിച്ച് അവരെ ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് പോയി നോക്കാം എന്ന രൂപത്തിലൊക്കെ പോവുകയാണെങ്കിൽ ഒന്നും തന്നെ അവരിൽ നിന്ന് ലഭിക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തി നല്ല നീയത്തോടുകൂടെ മഹാന്മാരെ ചെന്ന് കാണുക, നല്ല നീയത്തോടുകൂടെ സൽക്കർമ്മങ്ങൾ ചെയ്യുക, ഇങ്ങനെ നല്ല നീയത്തോടുകൂടെ ഹലാലായ കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഖൈറാത്തുകൾ അനുഭവിക്കാൻ നമുക്ക് കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളും അതുപോലെ തന്നെ നമ്മുടെ ദീനീ ഖിദ്മകളും ഒക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.